നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ദീർഘവും ദയനീയവും സംഘർഷഭരിതവുമായ ഒരു കഥയാണ് പലസ്തീന് പറയാനുള്ളത്. അറബ് ജൂത വംശജരുടെ കുടിപ്പകയുടെ കഥ. ഇസ്രയേൽ സയനിസ്റ്റ് വംശീയതയുടെ ചരിത്രം കൂടിയാണ് പക്ഷേ ഈ കഥ. മതവും വംശീയതയും അധികാരവും പ്രതികാരവുമെല്ലാം ചേർത്ത് കൂട്ടിക്കുഴച്ചുരുട്ടിയെടുത്ത ഒരു രാഷ്ട്രീയമാണ് ഇരു രാജ്യങ്ങൾക്കും പറയാനുള്ളത്. ഇപ്പോൾ പതിറ്റാണ്ടുകളായി നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പലസ്തീൻ പ്രശ്നം ഹമാസ് ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഇന്നത്തെ പലസ്തീനും ഇസ്രയേലും അടങ്ങുന്ന ഭൂവിഭാഗം. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടതോടെ ഈ പ്രദേശം ബ്രിട്ടന്റെ കയ്യിലെത്തി. തുടർന്നാണ് ആധുനിക കാലത്തെ സംഘർഷങ്ങൾക്ക് തുടക്കം ഉണ്ടാകുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പലസ്തീൻ പ്രദേശത്തുണ്ടായിരുന്ന ജൂതർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എന്നാൽ അക്കാലത്ത് ലോകമെങ്ങും പടർന്ന ജൂതവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി ഭരണകൂടങ്ങളാലും സാമ്രാജ്യങ്ങളാലും വേട്ടയാടപ്പെട്ട ജൂതവംശജർ ജെറുസലേമിലെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. 1941 മുതൽ 1945 വരെയുള്ള കാലത്ത് ഹിറ്റ്ലർ നടത്തിയ ജൂത കൂട്ടക്കൊലയായ ഹോളോകോസ്റ്റിനെ തുടർന്നാണ് ലോകമെമ്പാടുമുള്ള ജൂതർ അവരുടെ വാഗ്ദത്ത ഭൂമി തേടി ജെറുസലേമിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങിയത്. എന്നാൽ ലോകയുദ്ധത്തിലെ സഹായത്തിന് പകരമായി അറബ് വംശജർക്ക് പലസ്തീനും ജൂതർക്ക് സ്വതന്ത്ര രാഷ്ട്ര വാഗ്ദാനവും എന്ന ഇരട്ടത്താപ്പ് നയമാണ് ബ്രിട്ടൻ സ്വീകരിച്ചത്. പക്ഷേ യുദ്ധാനന്തരം തങ്ങളുടെ കീഴിലായ പലസ്തീൻ പ്രദേശത്തേക്ക് ജൂത കുടിയേറ്റം ബ്രിട്ടൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത്. 1945 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചുവെങ്കിലും ബ്രിട്ടന് കോളനികളിൽ ഭരണം തുടരാനാകാത്ത സ്ഥിതിയായിരുന്നു. ഇതേ തുടർന്ന് പലസ്തീൻ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN ഇടപെട്ടു. ഏകദേശം തുല്യ അളവിൽ പലസ്തീൻ വിഭജിച്ചു. ജൂതരാഷ്ട്രവും പലസ്തീൻ രാഷ്ട്രവും എന്ന ഫോർമുല ഉണ്ടാക്കി. ജെറുസലേം രാജ്യാന്തര മേഖലയാക്കിയുള്ള പദ്ധതിയാണ് UN മുന്നോട്ട് വെച്ചത്. ജൂതർ ഇത് അംഗീകരിച്ചു. 1948 മെയ് 14 ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം പിറവിയെടുക്കുകയും ചെയ്തു. UN തീരുമാനം പക്ഷേ അറബ് രാജ്യങ്ങൾ നിരാകരിച്ചു. 1948 മുതൽ 1949 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രയേലുമായി യുദ്ധം ചെയ്തു. പക്ഷേ ഇസ്രയേലാണ് ജയിച്ചത്. ലക്ഷക്കണക്കിന് പലസ്തീൻകാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവിടങ്ങളിൽ മാത്രമായി പലസ്തീൻ അങ്ങനെ ചുരുങ്ങിപ്പോയി. 1967 അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ 6 ദിവസ യുദ്ധം എന്ന പേരിലെ ഏറ്റുമുട്ടൽ നടന്നപ്പോഴും ഇസ്രയേൽ തന്നെയാണ് ജയിച്ചത്. 1964 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതും യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ അത് ലോക ശ്രദ്ധയിലേക്ക് വരുന്നതും. 1987 ഹമാസ് രൂപീകരണത്തെ തുടർന്ന് അതിതീവ്ര സംഘടനകൾ പലസ്തീൻ ജനതയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു. പലപ്പോഴും തീവ്രവാദ ആക്രമണങ്ങളിലേക്ക് സംഘർഷം വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യം എത്തിച്ചേർന്നു. പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ ലോകം ഇരു രാജ്യങ്ങൾക്കും വേണ്ടി പലപ്പോഴും വിഭജിച്ച് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴിതാ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച 3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത്. ഈ തീരുമാനം ഇസ്രയേലിന് എതിരല്ല എന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നുമാണ് സ്പെയിൻ പറയുന്നത്. തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്തു. പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും അംബാസഡർമാരെ പക്ഷേ ഇസ്രയേൽ തിരിച്ചു വിളിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ 140 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത്. 3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാണ് ഈ ശ്രേണിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിലവിൽ 27 രാഷ്ട്രങ്ങളുള്ള യൂറോപ്യൻ യൂണിയനിലെ 7 അംഗങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. ഇവയിൽ 5 എണ്ണം മുൻ ഈസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളാണ്. രക്ഷാ കൌൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തോടെ അതിനോട് വളരെ രൂക്ഷമായി തന്നെയാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചത്. ഞാൻ അയർലൻഡിനും നോർവേയ്ക്കും വ്യക്തവും അസന്ദിഗ്ധവുമായ സന്ദേശമാണ് കൈമാറുന്നത്. ഇസ്രയേലിന്റെ പരമാധികാരത്തെ തുരങ്കം വയ്ക്കുകയും സുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ മുന്നിൽ ഞങ്ങൾ നിശബ്ദത പാലിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. മെയ് 28 മന്ത്രിമാരുടെ കൌൺസിലിൽ തന്റെ രാജ്യവും പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രഖ്യാപിച്ചിരുന്നു. സ്പാനിഷ് ജനതയുടെ അഭിപ്രായം കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെ സ്പെയിനിൽ നിന്നും ഇസ്രയേൽ അംബാസഡറെ പിൻവലിച്ചു. 2 രാഷ്ട്രം എന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്നാണ് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോയർ പറയുന്നത്.
മേഖലയിലെ ശാശ്വത സമാധാനത്തിന് ദുരാഷ്ട്ര പരിഹാരം അനിവാര്യമാണ് എന്ന് വാദിച്ചുകൊണ്ട് നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതേ നീക്കം നടത്താൻ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ തീരുമാനം മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരു പലസ്തീനിയൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് സമാനമാണ്. അതേപോലെ തന്നെ പക്ഷേ അത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യവുമാകും. ഐക്യരാഷ്ട്രസഭയിൽ തുടർ നടപടികൾക്ക് പ്രേരണ നൽകാൻ ഒരുപക്ഷെ ഇത് കാരണമായേക്കാം. എന്നാൽ ഇതൊന്നും തന്നെ ഇസ്രയേലിനെ ബാധിക്കുന്നില്ല. ഇസ്രയേൽ ഇപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനമായും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ഹമാസിനെ തകർക്കുക, ഹമാസ് ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുക. ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം ഇസ്രയേൽ തുടരുന്നതിനിടെയാണ് നിർണായക നീക്കവുമായി ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. 1956 സൂയസ് കനാൽ പ്രതിസന്ധി, 1973 യോം കിപ്പൂർ യുദ്ധം, 1982 2006 1ഉം 2ഉം ലെബനൻ യുദ്ധങ്ങൾ ഉൾപ്പെടെ എത്രയോ സംഘർഷങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. നിരന്തരമായി ബോംബാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ പലസ്തീനെ മഹാദുരിത ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. PLO തലവൻ യാസർ അറഫാത്തിന്റെ സമാധാന ശ്രമങ്ങൾ ഒന്നും തന്നെ അത്രയധികം ഫലം കണ്ടിട്ടില്ല. ആദ്യമെല്ലാം ഫലം കണ്ടുവെങ്കിലും പിന്നീട് അതെല്ലാം തകരുകയായിരുന്നു. ഹമാസിനെ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ PLOവിൽ നിന്ന് രൂപം കൊണ്ടു. ഇതിന് പക്ഷേ ഒരു ശാശ്വത പരിഹാരം ആവശ്യം തന്നെയാണ്. ജൂതരെയും അറബികളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന, അതേസമയം ഹമാസിന്റെ തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടായേ തീരൂ. മലയാളി വാർത്ത ഇൻസൈഡ്.